കൊടുങ്ങല്ലൂർ നഗരസഭ 40-ാം വാർഡിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അത്താണി മാടവന ജാമിയ അസീസിയ അറബി കോളേജ് പ്രിൻസിപ്പൽ ഐ മുഹമ്മദ് കുട്ടി സുഹ്രി ഉദ്ഘാടനം ചെയ്തു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിലയ്ക്കുന്ന എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയാൻ ഒരു മടിയും കാണിച്ചില്ല പ്രവാചകൻ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്ന അവരുടെ ഗുണത്തിനായി വരണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. ഞാൻ എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുക്കുന്ന ഒരു കാര്യം, സെലക്ട് ചെയ്യുന്ന ഒരു വിഷയം എന്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതും കൂടെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരുടെ ഗുണത്തിനായി വരണം. മറ്റുള്ളവർക്ക് ഉപദ്രവമായി വരുന്ന കാര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആ അവരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടെ ഒരു മുസ്ലിമാണ്, ഹിന്ദുവാണ്, ജൈനമതക്കാരനാണ്, ബുദ്ധമതക്കാരനാണെന്നല്ല പറഞ്ഞത്. മനുഷ്യൻ എന്നതാണ്. മനുഷ്യനാണല്ലോ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ടോപ്പ് കാറ്റഗറിയുടെ ഉൽപ്പന്നം എന്ന് പറയുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് മാനുഷികത ഉയർത്തിപ്പിടിക്കുക, മനുഷ്യത്വം ഹൃദയങ്ങൾ അങ്കുരിപ്പിക്കുന്ന വലിയൊരു ദൗത്യമാണ് വ്രതം. അതുകൊണ്ടാണ് എല്ലാ മതാചാര്യന്മാരും ഉപവാസത്തിനും നോമ്പിനും വ്രതത്തിനും ഒക്കെ പ്രാധാന്യം നൽകിയത്. വ്രതമില്ലാത്തൊരു മതവും ഒരു തത്വ സംഹിതയും ഈ ഭൂമിയിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. വാർഡ് കൗൺസിലർ സജീവൻ TS അധ്യക്ഷത വഹിച്ചു. IS മനോജ്, KS സുരേഷ്, കൗൺസിലർ ഗീത റാണി, TK ഹരിദാസൻ, രഞ്ജിത്ത് രാജേന്ദ്രൻ, റസാഖ് കല്ലുങ്ങൽ എന്നിവർ സംസാരിച്ചു. ഇറങ്ങി വന്ന് പരസ്പരം അറിയാനും അടുക്കാനും ചേർന്ന് നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ഭാവി തലമുറയുടെ ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾ നമസ്കാരം ചെയ്യുക.